കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവരും കേട്ടിരിക്കുമല്ലോ പൂന്താനം നമ്പൂതിരിനെ പറ്റി. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയൊരു ഭക്തനെന്ന് പറയപ്പെടുന്ന ആളാണ്. മാത്രമല്ല ഭക്ത കവിയാണ്. ജ്ഞാനപ്പാന രചിച്ച ആളാണ്. അദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണ, അതിനടുത്ത് കീഴാറ്റൂർ എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ നാൾ കുട്ടികളില്ലാതെ ഒരുപാട് വിഷമിച്ച് സന്താന ഗോപാലം ഉരുവിട്ടുകൊണ്ട് കുറേ നാളിരുന്നു. എന്നിട്ടാണ് അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായത്. പക്ഷേ ഈ കുട്ടിയാണെങ്കിൽ ചോറൂണിൻ്റെ അന്ന് തന്നെ മരിച്ചും പോയി. ഇതിൽ ദുഃഖിതനായ പൂന്താനം പിന്നീട് ഗുരുവായൂരപ്പന് തന്നെ അഭയം പ്രാപിച്ചു. ഗുരുവായൂരപ്പനെ തൻ്റെ മകനായി കണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കാനും ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഇരിക്കാനും ഒക്കെ അവിടെ വെച്ച് നാമം ജപിക്കുക ഇങ്ങനെയൊക്കെ തുടങ്ങി. അവിടെ വെച്ചാണ് അദ്ദേഹം ജ്ഞാനപ്പാന എഴുതിയത്. അപ്പോൾ ഒരു ദിവസം അവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നാരായണീയം എഴുതിയതും ആ നാരായണീയവും ജ്ഞാനപ്പാനയും ഒരേ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് പൂർത്തിയായി എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് അറിവുണ്ടെന്നുള്ള അഹംഭാവവും നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ ഈ അഹങ്കാരം. അതുമാത്രമല്ല ഭക്തരെ വളരെ ഇഷ്ടമാണ്. ജ്ഞാനപ്പാന പിന്നീട് വളരെ പ്രസിദ്ധമായി തീർന്നു. എങ്കിലും അത് തുടക്കത്തിൽ മേൽപ്പത്തൂരിനെ കാണിച്ചപ്പോൾ ഒരുപാട് കുറ്റങ്ങളാണ് മേൽപ്പത്തൂർ കണ്ടെത്തിയത്. മാത്രമല്ല സംസ്കൃതമൊന്നും അറിയില്ല എന്നും പറഞ്ഞ് പൂന്താനത്തിനെ വല്ലാതെ കളിയാക്കുകയും ചെയ്തു. ഇതിൽ ദുഃഖിതനായ പൂന്താനം ഗുരുവായൂർ പോയി ഒരു സ്ഥലത്തിരുന്ന് കരഞ്ഞു. അവിടെ ഇരുന്ന് കരഞ്ഞ് ഭഗവാനെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം ചൊല്ലാനിരുന്നു. അപ്പോൾ അവിടെ ഒരു കുട്ടിയും പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടി വന്ന് മേൽപ്പത്തൂർ ചൊല്ലുന്ന ഓരോ ശ്ലോകത്തിലും തെറ്റുകൾ ചൂണ്ടിക്കാട്ടി. ഇവിടെ തെറ്റുണ്ട്, ഇവിടെ തെറ്റുണ്ട്, അത് തെറ്റാണ് എന്ന് പറഞ്ഞ് മൊത്തം തെറ്റാണെന്ന്. സത്യത്തിൽ ഇത്രയും സംസ്കൃത പണ്ഡിതനായ ആളുടെ എഴുതിയേക്കുന്നത് മുഴുവൻ തെറ്റാന്നുള്ള രീതിയിലാണ് ആ കുട്ടി പറയുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ ഒരു കുഞ്ഞു കുട്ടി ഇങ്ങനെ പറയണമെങ്കിൽ അപ്പോൾ അത് ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞതാണെന്ന്, നേരിട്ട് വന്നതാണെന്ന് മേൽപ്പത്തൂരിന് തോന്നി. പൂന്താനമായിട്ടുണ്ടായ ആ സംവാദവും ഒക്കെ ഓർമ്മ വന്നു. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ തെറ്റ് തൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഭഗവാൻ അത് ക്ഷമിപ്പിക്കാനായി വന്നിരിക്കുന്നതാണെന്ന്. അപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്ക് മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ ഇഷ്ടമെന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാന്റെ അശരീരി ഉയർന്നെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ തെറ്റു മനസ്സിലായ മേൽപ്പത്തൂർ ഭട്ടതിരി അദ്ദേഹം വേഗം പോയി പൂന്താനത്തിനോട് ക്ഷമ ചോദിച്ചു. മാത്രമല്ല ഈ ജ്ഞാനപ്പാനയിൽ ഒരു കുറ്റവും ഇല്ല എന്നും പറഞ്ഞു. തെറ്റുകളും കുറ്റങ്ങളും പലർക്കും ഉണ്ടാവും. അതായത് തെറ്റുകളെന്ന് പറയുന്നത് നമ്മളുടെ കുറവുകൾ തെറ്റുകൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ചില അറിവില്ലായ്മ ഉണ്ടായിരിക്കും, കുറവുകൾ. അതായത് നമ്മൾക്ക് മറ്റുള്ളവരുടെ അത്ര ശോഭിക്കാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പത്തിന് നിൽക്കാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ അത്രയും വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും നമുക്കുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അത് ഉള്ളവർ അത് ഇല്ലാത്തവരെ കളിയാക്കുന്നത്, അത് ഭഗവാനാണ് അതിന് മറുപടി കൊടുക്കുക. അതായത് നമുക്ക് അഹങ്കാരം ഒട്ടും പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെന്ന് കാണിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാനും, എന്നാൽ ചിലരാണെങ്കിൽ അവനവൻ്റെ കാലിൽ മന്ത് പൂഴ്ത്തി മറ്റുള്ളവനെ മന്താന്ന് വിളിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു കാലമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ഉണ്ടെങ്കിൽ എളിമയോടുകൂടി നടക്കുക. നമുക്ക് കുറേ ഉണ്ട്, സ്വത്തുണ്ട്, പണമുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എളിമയോടുകൂടി നടക്കുക.
ഇല്ലാത്തവരെ പോലെയാണ്. ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമില്ലാത്തവരെ പോലെ തന്നെയാണ്. അതാണ് ഈ കഥ പറയുന്നത്. നമ്മളൊന്നും ജ്ഞാനപ്പാനയിൽ പൂന്താനം പറയുന്നുണ്ടല്ലോ, അതായത് നമ്മൾ ഒന്നും കൊണ്ടുപോകണില്ലല്ലോ. അതായത് മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ എന്നാണ്. അതായത് പൂന്താനത്തിന് നല്ല അറിവുണ്ട്. നമ്മൾ വലിയ പണക്കാരായി ജനിച്ചവരെ ഏറ്റവും പാവപ്പെട്ടവനാക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും പാവമായിട്ട് ജനിച്ച ആളെ ഏറ്റവും പണക്കാരനാക്കുന്നതും ഒക്കെ ഭഗവാനാണ്. അപ്പോൾ എനിക്ക് കുറേ പണം ഉണ്ടെന്ന് കരുതിയിട്ട് ഒരു പാവപ്പെട്ട ആളെ കാശില്ലാത്തവനാണ്, അവനെ കൊള്ളില്ല, ഇങ്ങനെയൊന്നും നമ്മൾ പറയരുത്. നമ്മുടെ ഈ പണമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കളയാനായിട്ട് ഭഗവാന് പറ്റും. അപ്പോൾ നമ്മൾ എത്രയും എളിമയുള്ളവരായിരിക്കുക നമ്മുടെ സഹജീവികളോടും അതുപോലെ തന്നെ പാവപ്പെട്ടവരോടും. ഭഗവാൻ ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ തന്നെ എളിമ വന്നോളും. നമ്മളിങ്ങനെ കാണിക്കാൻ നമ്മളെക്കാൾ മുകളിലൊരാളുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ എളിമ വരും. ഇത്രയാണ് പൂന്താനത്തിൻ്റെ കഥ. ഇഷ്ടമുള്ളവരൊക്കെ ഏറ്റവും കുറഞ്ഞത് ഒരു ലൈക്കെങ്കിലും തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഇടാം. ഭഗവാന്റേതായ എന്തെങ്കിലും നല്ല കമൻറ്റുകളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഇടാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.